ഹായ്, ഇന്ന് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം 2 കപ്പ് മൈദയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കണം. 2 കപ്പ് മൈദക്ക് 3/4 കപ്പ് വെള്ളമാണ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഡോ കിട്ടേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് ഇത് കുഴക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് അങ്ങനെ ലെയറായിട്ട് വെച്ചിട്ട് നമുക്കിത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തതായിട്ട് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് ചെറുതായി അരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി അതിലോട്ടിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും മസാലയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് 1 കപ്പ് ചെറുതായി അരിഞ്ഞ് ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായി മസാല ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളയും എടുത്തിട്ട് നമുക്ക് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ 2 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഒരുപാട് ഫില്ലിങ് ചേർക്കരുത്, കുറച്ച് ഫില്ലിങ് ചേർത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമ്മുടെ ബാക്കി ബോൾസും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് ആവിയിൽ വെക്കുന്ന പാത്രം ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ചിട്ട് അതിലോട്ട് നമ്മൾ ഓരോ ബോക്സും വെച്ച് കൊടുക്കാം. ആവിയിൽ വേവിക്കാതെ നേരിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിന്ന് ആവി കയറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ആവിയിൽ നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ച നമ്മുടെ ഓരോ ചിക്കൻ ബോക്സും നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നും വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ടും 2 ഭാഗവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ ദാ ഇതിവിടെ നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.